പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ പറഞ്ഞ സ്ത്രീവിരുദ്ധ പരാമർശം, ആ സ്ത്രീവിരുദ്ധ പരാമർശം ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തതാണ്. പിന്നെ പൊതുവെ ശ്രീകണ്ഠൻ കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ടും കോൺഗ്രസിൻ്റെ പൊതുസംസ്കാരം സ്ത്രീവിരുദ്ധതയും സ്ത്രീ പീഡനവുമായതുകൊണ്ടും ശ്രീകണ്ഠനിൽ നിന്ന് അത്തരം വാചകം വന്നത് ഞാൻ അതിശയിക്കുന്നില്ല. പക്ഷേ പാലക്കാടിൻ്റെ MP ആയി ജനങ്ങൾ തിരഞ്ഞെടുത്ത ശ്രീകണ്ഠൻ സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ തെറ്റായ പരാമർശം ഖേദം പ്രകടിപ്പിക്കൽ മാത്രമല്ല, സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം. അന്തസ്സ് ഉള്ള ഒരു ജനപ്രതിനിധിയാണെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആയിരക്കണക്കിന് സ്ത്രീകളുണ്ടാവും. ആ സ്ത്രീകൾക്ക് വേണ്ടിയെങ്കിലും ഈ കേരളത്തിലെയും രാജ്യത്തിലെയും സ്ത്രീകളെ ബഹുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം സ്ത്രീത്വത്തെ അപമാനിച്ചതിന് മാപ്പ് പറയുകയാണ് ശ്രീകണ്ഠൻ എടുക്കേണ്ട നിലപാട്. മുൻ MP അവരുടെ മകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പീഡകനെ മാത്രം എന്താ പറയുക, അവൻ്റെ വൃത്തികേടുകളും അവൻ ചെയ്തിട്ടുള്ള സ്ത്രീ പീഡനങ്ങളെല്ലാം പൊതുസമൂഹം ഇപ്പോൾ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ഒരു മറുവശമുണ്ട്, നമ്മൾ അതുകൂടി മനസ്സിലാക്കണം. ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഈ പറയുന്ന മുൻ MP എന്ന് പറഞ്ഞില്ല, മുൻ MP ആണെങ്കിലും മുൻ MP-യുടെ മകളാണെങ്കിലും ഇവർക്കെല്ലാം ഒരു കുടുംബപരമായ ജീവിതമുള്ളതാണ്. നമ്മൾ അതുകൂടി ആലോചിക്കണം. മനുഷ്യത്വപരമായി ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ട് വേണം അത്തരം കാര്യങ്ങൾ പറയാൻ. തികച്ചും രാഷ്ട്രീയ വിരോധം എന്നുള്ളതിനപ്പുറം ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് കോൺഗ്രസിൻ്റെ മുൻ MP ആണെങ്കിലും മറ്റാരാണെങ്കിലും അവർക്ക് കൂടി വ്യക്തിജീവിതവും കുടുംബജീവിതവും ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു അഭിപ്രായ പ്രകടനം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ പൊതുവേ മനസ്സിലാക്കേണ്ടതാണ്, രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി ഇന്നലെ വരെ ഇരുന്നവൻ ഇന്നലെയും പത്രമാധ്യമങ്ങളോട് ധിക്കാരപരമായും അഹങ്കാരത്തോടുകൂടിയും ധാർഷ്ട്യത്തോടു കൂടിയുമാണ് സംസാരിച്ചത്. വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. വെല്ലുവിളിക്കുകയാണ് യഥാർത്ഥത്തിൽ അവൻ ചെയ്തത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, VD സതീശിനെയും സണ്ണി ജോസഫിനെയും അവൻ്റെ കാലിലൊരു രോമത്തിന് പോലും വില കൽപ്പിക്കില്ല എന്നുള്ള പ്രസ്താവനയാണ് മാധ്യമങ്ങളോട് നടത്തിയത്. എന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞത്? നിങ്ങളാരും പറഞ്ഞിട്ടല്ല ഞാൻ രാജിവെക്കുന്നത്. എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചു. എനിക്കെതിരെ പരാതി പറഞ്ഞിട്ടുള്ള യുവനടി എൻ്റെ വേണ്ടപ്പെട്ട പ്രിയ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചു. ഫോൺ സംഭാഷണമെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. അത് കഴിഞ്ഞിട്ട് പത്രക്കാർ രാജിവെക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഇപ്പോൾ 12-13 ഞാൻ രാജിവെച്ചിട്ടില്ല, എന്നോട് രാജിവെക്കാൻ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നേതൃത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന സമീപനമാണ്. എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ KPCCയുടെ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം പൊതുസമൂഹത്തിനോട് നടത്തണം. അല്ലെങ്കിൽ സധൈര്യം മുന്നോട്ട് വന്നിട്ട് പറയണം, ഞങ്ങൾ കൂടി കൽപ്പിച്ചിട്ടാണ്, കോൺഗ്രസിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും ഇവനെ മാറ്റിയത്. അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ്, ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് എന്ന് പറയാൻ സതീശനോ ഷാഫി പറമ്പിലിനോ അതുപോലെ സണ്ണി ജോസഫിനോ ധൈര്യമുണ്ടോ? ആർജവമുണ്ടോ?